വളരെ അസാധാരണമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. എന്നെ വിളിച്ചപ്പോൾ മാണിപ്പറമ്പലച്ചനോടും പിതാവിനോടും പറഞ്ഞു വരാൻ അസൗകര്യമുണ്ട്, ആരോഗ്യപരമായ താൽക്കാലിക വിഷമമാണെങ്കിലും ഇപ്പോഴുണ്ട്. ഇന്നലെ രാത്രിയിൽ മാണിപ്പറമ്പ് വെച്ചു, അച്ഛൻ ചുമ്മാ കിടക്കയിൽ കിടന്നായാലും വരണം. ഞാനതനുസരിച്ചു. അങ്ങനെയാണ് എനിക്കിപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ഒന്നും ചെയ്യാറില്ല, കാർ അവിടെയുണ്ട്. ടാക്സി കാരനെ തന്നെ വിളിച്ച് ഞാൻ പോന്നു. ഇവിടെ 7 മണി 7:30 ആയപ്പോഴെത്തി. അതെ. ഏതായാലും നിങ്ങളെ കാണാനും അഭിസംബോധന ചെയ്യുവാനും സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. 45 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം മുഴുവനും ലിറ്ററേച്ചർക്ക് വേണ്ടി ആയിരുന്നു. 2 ആഴ്ച മുമ്പ് ഞാൻ മേജർ ആർച്ച് ബിഷപ്പിനെ വിളിക്കാറുണ്ട് പലപ്പോഴും. അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് യാത്ര ചെയ്ത് എൻ്റെ വീട് പാലായിലാണ്, അടുത്ത കാലം വരെ പാലായിലാണ് ജീവിച്ചിരുന്നത്. പാമ്പളാനി പിതാവ് പ്രത്യേകം താല്പര്യം പ്രകടിപ്പിക്കുകയും എന്നെ മോൺസിഞ്ഞോറാക്കി ഉയർത്തി ആകർഷിക്കാൻ വേണ്ടി അവിടെ പോയി താമസിക്കണം. ഞാനൊരു കാര്യം അച്ഛനോട് പറയാൻ പറ്റൂ. അച്ഛന് മെത്രാന്മാരെ പോലെ അരക്കെട്ടും ഒക്കെ ഉണ്ട്. അത് ധരിച്ച് വരണമെന്ന് നമ്മളെ വെച്ചിരിക്കുന്ന ഫ്രണ്ടിൽ വെച്ച ഫോട്ടോ അങ്ങനെയാണ്. അത് ധരിച്ച് വരണമെന്ന് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. സഭയിൽ ഒരു മോൺസിഞ്ഞോറാണ്, സ്ഥിരമായിട്ടുള്ളൊരു മോൺസിഞ്ഞോറാണ് മണിയറമ്പറമ്പിലച്ചൻ. അതിനൊരു ക്ലാപ്പ് കൊടുക്കാവുന്നതാണ്. അങ്ങനെയാണ്. ഇനി നമ്മുടെ ലിറ്ററേച്ചറിലേക്ക് വരുമ്പം നമ്മുടെ സഭയെ എങ്ങനെയാണ് നിർവചിച്ചിരിക്കുന്നത്? Church is a adoring community. So, ആരാധനക്രമ സമൂഹമാണ് സഭ. സഭയെ ദൈവം നിശ്ചയിച്ചത് അവിടുത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആരാധനയാണ് സഭയുടെ മർമ്മം. അതിൻ്റെ ഉള്ളടക്കം എന്താണ്? അതിൻ്റെ ഉള്ളടക്കം ദൈവം നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കമാണ് ലിറ്റർജിയുടെ ഉള്ളടക്കം, മറ്റൊന്നുമല്ല. അതുകൊണ്ട് നാമായിത്തീരുന്നത് നമ്മുടെ ആരാധനാ രീതിയിലാണ്. ഇനി ആരാധന ക്രമം എന്ന് പറഞ്ഞ് ചെയ്യുന്ന വിധമാണ്. എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്? അത് വിശ്വാസത്തിൻ്റെ പ്രകടനത്തിലൂടെയാണ്. വിശ്വാസം എങ്ങനെ പ്രകടിപ്പിക്കും? അപ്പോൾ ലിറ്ററേച്ചർ പറയും, ലിറ്ററേച്ചി ഈസ് ദ കോംപ്ലക്സസ് ഓഫ് സൈൻസ് ആൻഡ് സിംബൽസ്. അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും മറന്നുപോകുക. നമ്മൾ ആരാധിക്കുന്നത് അങ്ങനെ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ്. അടയാളങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊന്നിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഓരോ വാക്കും അതിൻ്റെ പിറകിൽ ഒരു സത്യമുണ്ട്. ആ സത്യം പ്രകടമാക്കുവാൻ നമുക്കുള്ള മാനുഷികമായ മാർഗം അടയാളങ്ങളാണ്. അങ്ങനെ ആരാധനക്രമത്തിൽ വാക്കുകൾ, പ്രവൃത്തികൾ, മറ്റാംഗ്യങ്ങൾ, ഇതെല്ലാം ആരാധനക്രമത്തിൻ്റെ മാധ്യമങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. മാധ്യമങ്ങളാണ്. ഇതെല്ലാം വിശ്വാസ സത്യത്തെ പ്രകടമാക്കാനുള്ള മാധ്യമങ്ങൾ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അടയാളത്തെ, ആംഗ്യമായിക്കൊള്ളട്ടെ, വാക്കുകൾ അടയാളങ്ങളാണ്. ഇതെല്ലാം അടയാളങ്ങളാണെങ്കിൽ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും വലിയ സ്ഥാനമുണ്ട്.
അതുകൊണ്ടാണ് സഭ ഐകണ്ഠ്യേന എപ്പോഴും പഠിപ്പിക്കുന്നത് ലിറ്റർജിയിൽ കൂട്ടാനും കുറയ്ക്കാനും മാറ്റാനും അധികാരമില്ല, ആർക്കുമില്ല. അച്ഛനില്ല, മെത്രാനില്ല, മെത്രാപ്പൊലീത്തായിക്കില്ല, കർദിനാളിലില്ല. അവരുടെ അധികാരത്തിൽപ്പെട്ടത് മാറ്റാൻ സാധിക്കുമെങ്കിൽ സിനഡ് വേണം, മാർപ്പാപ്പ വേണം. അതുകൊണ്ട് തോന്നിവാസം കാണിച്ചു വെച്ചിട്ട് ഇതാണ് സമാധാനം, സമാധാനമാകുകയില്ല. സമാധാനം സത്യത്തിൽ അടിസ്ഥാനമാണ്. സത്യം ദൈവമാണ്. അതുകൊണ്ടാണ് സഭയിൽ ഇങ്ങനെ, അതായത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റം വരുത്തേണ്ട രീതിയിൽ വരുത്തണം എന്ന് പറഞ്ഞാൽ അത് മാറ്റേണ്ടത് പരമാധികാരി മാർപ്പാപ്പയാണ്. ഇങ്ങനെയുള്ള ലിറ്റർജി വിഷയത്തിൽ പൂർണ്ണ അധികാരം മാർപ്പാപ്പായുടേതാണ്. സിനഡിന് പോലും ലിറ്റർജിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മാർപ്പാപ്പയുടെ അംഗീകാരം വേണം. പോയി മേടിച്ചുകൊണ്ട് വരണം. തീരുമാനം എടുത്താൽ പോരാ, വേണം. ഈ കാര്യങ്ങൾ സൗകര്യപൂർവ്വം അറിയാത്തത് കൊണ്ടോ അറിഞ്ഞത് കൊണ്ടോ എനിക്കറിഞ്ഞുകൂടാ. സമാധാനമാണ് വേണ്ടത്. ആ സമാധാനം ദൈവത്തിൻ്റെ കൃപയാണ്. പക്ഷേ സമാധാനം വരേണ്ടത് ദൈവത്തിൻ്റെ മാർഗത്തിലൂടെയുമാണ്, മാനുഷിക മാർഗത്തിലൂടെ അല്ല. അതുകൊണ്ട് വേണ്ടത് സഭയിൽ ഏതൊരു സമൂഹത്തിനും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം ഈ അനുസരണം എന്ന് പറഞ്ഞാൽ പീറ്ററാണ്, പത്രോസ് മാർപ്പാപ്പ 1934 മുതൽ ഇന്ന് വരെ ഒരേ കാര്യങ്ങൾ ഒരുപോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഈ പുസ്തകം വായിച്ചാൽ ഞാൻ അധികം എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതുകൊണ്ടാണ് ഞാൻ പുറത്തറിയപ്പെടുന്നത്. ഈ പുസ്തകം ചരിത്രത്തിൻ്റെ 3/4 ഭാഗമേ ആയിട്ടുള്ളൂ. അത് 1000 പേജ് ആയതുകൊണ്ട് നിർത്തിയതാണ്. അത് ചുമന്നുകൊണ്ട് നടക്കണ്ടേ? അത് മുഴുവൻ എഴുത്തവർക്കും തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഈ സഭയിൽ അസമാധാനം ഉണ്ടാക്കി ദൈവം അറിയാതെയല്ല. അതിൽ നിന്ന് നന്മ കൊയ്യാൻ ദൈവത്തിന് അറിയാം. ഇത്രയും കാര്യങ്ങൾ തർക്കം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഈ പുസ്തകമൊന്നും പുറത്തു വരികയില്ല, ഒരിക്കലുമില്ല. ലിറ്റർജി എന്താണെന്നോ, എവിടെ തുടങ്ങിയെന്നോ, എവിടെ നിൽക്കുന്നുവെന്നോ, എന്നെ പുരോഗമിച്ചെന്നോ, ഏത് ക്രൈസ്റ്റിലൂടെ പോയെന്നോ തിരിച്ചറിയണം. അതുകൊണ്ട് ഞാൻ റോമിൽ 7 വർഷം ലിറ്റർജി തന്നെ പഠിച്ചു. വത്തിക്കാൻ്റെ ലൈബ്രറിയിൽ ആർക്കും കയറാൻ പറ്റുകയില്ല. അത് ഒരു കർദിനാളിൻ്റെ അനുവാദം വേണം. ഞാൻ ആ അനുവാദം മേടിച്ച് അകത്ത് കയറിയിട്ട് ഈ വർഷങ്ങളിലെല്ലാം തപ്പി സീറോ മലബാറിസഭയുടെ ലിറ്ററേച്ചറെ പറ്റി എന്തുണ്ട് അവിടെയെന്ന്. അങ്ങനെ കിട്ടിയ രേഖകളാണ് അധികത്തിൻ്റെ അതുള്ളത്. ഞാനത് പാപ്പത്തിപ്പാരോട് പറയും, അച്ഛനെ ഇത് ചെയ്യാൻ പറ്റൂ, ദയവ് ചെയ്ത് എഴുതി റെക്കോർഡാക്ക്. അങ്ങനെ ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അതായത് ഇതിൻ്റെ അകത്ത് അപ്പസ്തോലൻ കാലം മുതലുള്ള നമ്മുടെ സഭയുടെ ലിറ്ററേച്ചറിയുടെ ചരിത്രമാണ് കുറിച്ച് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഞാൻ എൻ്റെ അഭിപ്രായം പോലും കലർത്തിയിട്ടില്ല, വസ്തുതകളെ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ എൻ്റെ ക്ലാസ്സിൽ അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും ഈ കാറ്റഗിസം ടീച്ചേഴ്സിനായിട്ട് 1000 പേരെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായ ആരെയും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ക്ലാസ് എടുക്കുക, അന്നേരം തന്നെ വണ്ടിയിൽ കയറി സ്ഥലമിടുക എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ക്ലാസ് കാണും. അതുകൊണ്ടാണ് മനഃപൂർവ്വമല്ല. എങ്കിൽ തന്നെയും ഇത്രയും പേരോട് ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്.
ഏതായാലും ധാരാളം എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷിൽ ഉണ്ട്. അത് തന്നെയാണെങ്കിൽ ഒരുപക്ഷെ അനേക വോളിയംസ് എഴുതാൻ മാത്രം മാറ്റർ ഇംഗ്ലീഷിലെ ഈടുറ്റ ലേഖനങ്ങൾ അതെല്ലാം എഴുതിയിരിക്കുന്നത് ലിറ്ററേച്ചർ മണ്ഡലങ്ങളിൽ ഒരുമാതിരി ബാക്ക്ഗ്രൗണ്ടിന് പഠനം ഉള്ളവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ആ രീതിയിൽ തവണ ചിലർ പറയുന്നുണ്ട് അച്ഛൻ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് വായിച്ചിട്ട് മനസ്സിലാകുന്നില്ലെന്ന്, ഡിക്ഷണറിയും കൂടെ വേണമെന്ന്. അപ്പോൾ അത് കണ്ട് രണ്ടാമത് ഞാൻ ഈ പുസ്തകങ്ങൾ, ഇപ്പോൾ മലയാളത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഈ പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ ഉദ്ദേശം സെമിനാരി വിദ്യാർത്ഥികൾക്ക് വേണ്ടി എഴുതിയ സത്യത്തിൽ ഞാൻ എൻ്റെ മനസ്സിലിരുന്ന് വന്ന് കുറച്ചുകൂടി സിമ്പിളായിട്ട് പ്രാർത്ഥനകൾ മാത്രം അനലൈസ് ചെയ്തൊരു പുസ്തകമാണ്. അത് ഇതുവരെ നടപ്പായിട്ടില്ല. ഇതാണ് യഥാർത്ഥ ചിത്രം. ഏതായാലും ശരി, ഇങ്ങനെയുള്ള ഒരു സമ്മേളനത്തിൽ ഞാൻ ഇതുവരെ സംബന്ധിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടുമില്ല. ഇത് മാണിപ്പറമ്പിലച്ഛന് പ്രത്യേക ഒരു താല്പര്യം എടുത്തുകൊണ്ട് മാത്രമാണ് ഇത് നടന്നത്. ദൈവത്തിൻ്റെ പരിപാലനയാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ അച്ഛനെന്നോട് ഇപ്പോൾ 10 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള അനുവാദമാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൊടുക്കുകയും ചെയ്തു. അതെല്ലാം മലയാളമാണ്. ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് ഏറ്റെടുക്കുക, അപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ട്രാൻസ്ലേഷൻ ശ്രമിക്കുക എന്ന് പറഞ്ഞു. ഒരു നൂറുകണക്കിന് ലേഖനങ്ങൾ ലിറ്ററേച്ചറെ പറ്റി മാത്രം മലയാളത്തിലുണ്ട്. അതിൽ കൂടുതൽ ഇംഗ്ലീഷിൽ. ഓരോ ലേഖനവും 10, 30, 40 പേജൊക്കെ ഉള്ള ലേഖനങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു എഡിറ്റർ എത്ര പുസ്തകം വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാൻ അച്ഛന് സമയമുണ്ടെങ്കിൽ പറ്റും. ഏതായാലും നിങ്ങൾ എന്നെ കേട്ടതിൽ എനിക്കധികം സന്തോഷം. നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സമാധാനം ദൈവത്തിനെ തരാൻ പറ്റൂ. ദൈവത്തിൻ്റെ പേര് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, ഒരു ക്രൈസിസ് ഇതുവരെ നന്മയാണ്, വേറൊന്നും കൊണ്ടല്ല. ഇതിൽ താല്പര്യം ജനിക്കാനും മനുഷ്യൻ ലിറ്ററി എന്നൊരു സ്ഥിതി ഉണ്ടെന്നും അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണമെന്നും അത് നമ്മൾ ജീവിക്കണമെന്നും നമുക്കതിനൊരു ബോധ്യം കിട്ടാൻ ഒരു പക്ഷേ ദൈവം ഉപയോഗിച്ച ഒരു മാർഗമെന്ന് കരുതിയാൽ മതി. പക്ഷെ അത് സ്ഥിരം ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇനി നമ്മളത് ജീവിതത്തിൽ പകർത്തുകയും അറിയാൻ പാടില്ലാതൊക്കെ പറഞ്ഞു കൊടുക്കുകയും, അറിയാൻ പാടില്ല പറയുമ്പോൾ കല്ലെടുത്തെറിയുകയാണെങ്കിൽ അത് തിരിച്ചറിയാൻ, അത് മേടിക്കാനും തയ്യാറായാൽ സഹനത്തിലൂടെയും ഉപദേശത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മുടെ സഭയെ സഹായിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. തീർച്ചയാണ്. അല്ലെങ്കിൽ നമ്മൾ താഴോട്ട് പോകും. പല സഭകളും അങ്ങനെയാണ് നശിച്ചിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റ് മുഴുവൻ ക്രിസ്ത്യാനികളായിരുന്നു. എവിടെ പോയി? ഇന്ന് അറിയപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. ഈ അതെ, പൗരസ്ത്യ ക്രിസ്ത്യാനികളായിരുന്നു. ഇപ്പോൾ ടർക്കി എന്ന് പറയുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം നിന്നിരുന്നതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ഹഗിയ സോഫിയ പേട്രിയാർക്കിൻ്റെ ബസിലിക്കയായിരുന്നു. ആ ചരിത്രം അത് നോക്കുമ്പോൾ നമ്മൾ മറന്നു പോകരുത്. അതിൽ സംഭവിച്ച എന്താണ്? ക്രിസ്ത്യൻ രാജാക്കന്മാർ തമ്മിൽ മല്ലടിച്ചു. വഴിയെ പോയി മുസ്ലിം 2 പേരെയും കീഴടക്കി, മുഴുവൻ കൈക്കലാക്കി. ഇതാണ് അസമാധാനത്തിലൂടെയാണ് സംഭവിച്ചത്. പാഠം പഠിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ, പലപ്പോഴും ആശങ്കകൾ, വേദനകൾ ഉണ്ട്. അതൊന്നും ഉണ്ടാകാതെ നമ്മുടെ സഭ മുന്നോട്ട് പോകും. ദൈവത്തിൻ്റെ അനുഗ്രഹം വേണം. എപ്പോഴും സത്യത്തിൽ അധിഷ്ഠിതമാണ് സമാധാനം. സത്യം ദൈവമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, തുടർന്ന് പഠിക്കാം, നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാം. വിശ്വാസമാണ് വലിയത്. അതിൻ്റെ ആചരണമാണ് നമ്മൾ ലിറ്റർജിയിൽ. വിശ്വാസത്തിൻ്റെ ആചരണമാണ്.
അതിൻ്റെ കണ്ടൻറ്റ് ദൈവിക വെളിപാടുകളാണ്, പ്രബോധനങ്ങളാണ്. നമുക്ക് ഒത്തൊരുമിച്ച് സഭയുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യാം. ഇന്നത്തെ ഈ പ്രസംഗങ്ങളും മറ്റെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പോകുന്നതല്ലാതെ പബ്ലിക് മീറ്റുകളിലൊന്നും ഞാൻ ഒരിക്കലും പോകാറില്ല. പള്ളി പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ട്, അതിനപ്പുറം സ്റ്റേജുകളിലേക്ക് പോകാറില്ല. അത് ഒരു വൈദികൻ്റെ രീതിയിൽ എൻ്റെ ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ അതുപോലെ തന്നെ ആരോടും ചെന്ന് തർക്കിച്ചവരെ ജയിക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അവരോട് കാര്യം പറയാം, മനസ്സുണ്ട് സ്വീകരിക്കുക. ഇനി സ്വീകരിക്കുന്നതിന് സന്തോഷം, നിന്നെ ദൈവത്തിൻ്റെ കുറയ്ക്ക് വിടുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഏതായാലും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചത് വളരെ നന്ദി. എൻ്റെ പ്രവർത്തനം ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയായിരുന്നു, അതിൻ്റെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉദയം പേര് സൂനസിൽ ലിറ്ററേച്ചറിയെ സംബന്ധിച്ചെടുത്ത തീരുമാനങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതോ സംബന്ധിച്ചുള്ള കാരണങ്ങളുമാണ്. 3-4 കൊല്ലം മുമ്പ് എഴുതി വെച്ചതാണ്. ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കുന്നത്. കാരണം ഓരോന്നെങ്കിലും വന്ന് ഒരു പക്ഷേ അത് തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. വേറെ പുസ്തകങ്ങളൊന്നും ഇപ്പോൾ എൻ്റെ മനസ്സിലില്ല. അതിനുള്ള ഇപ്പം എനിക്കിതിന് തോന്നുന്നില്ല ഇനി അധികം മുന്നോട്ട് പോകും. അതേതായാലും ദൈവം ആയുസ് തരുന്ന പോലെ ഒക്കെ ഇരിക്കുന്നു. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹം സമർത്ഥമായി നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാം ഐകമത്യത്തോടുകൂടി നമ്മുടെ സഭയിൽ സമാധാനം ദൈവത്തിൻ്റെ മാർഗങ്ങളിലൂടെ സമാധാനം, അതാണ് നമുക്ക് ആവശ്യം, അല്ലേ? നമ്മൾ മറ്റുള്ളവർക്ക് സ്കാനർ ഉണ്ടാക്കരുത്. അതേസമയം സമാധാനം എന്ന് പറഞ്ഞാൽ തോന്നിവാസം അനുവദിക്കാൻ സമാധാനമില്ല, അതുണ്ടാകില്ല. അങ്ങനെ തോന്നിവാസത്തോട് സമാധാനം സഭയിൽ ഒരു കാലത്തും ഉണ്ടാകുകയില്ല. മാനസാന്തരം വേണം, ദൈവത്തിൻ്റെ മാർഗത്തിലേക്ക് വരുത്തിക്കണം. അല്ലാതെ ഇവൻ ഇങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നു, ഞാൻ നിന്നോട് കൂടി ചേർന്നേക്കാം, നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് തെമ്മാടിത്തരം കളിച്ചു കളയാം, അവിടെ സമാധാനമില്ല. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.